بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. قال النبي صلى الله عليه وسلم إن الله يقبل توبة العبد ما لم يغرغر أو كما قال شفيعنا رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني وكم من زلة لي في الخطايا غفرت وأنت ذو فضل ومني. يظن الناس بي خيرا فإني لشر الناس إن لم تعوف عني وما لي حيلة إلا رجائي لعفوك إن عفوت وحسن ظني وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിലെ ആദ്യ ഭാഗം നമ്മോട് വിട പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിലാണ്, അതായത് മഗ്ഫിറത്തിന്റെ 10 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടുവിലെ 10 നാം ഇപ്പോൾ ഉള്ളത്. അള്ളാഹുവിനോട് പാപങ്ങളെ ചൊല്ലി മാപ്പിരക്കാൻ, പൊറുക്കലിനെ തേടാൻ ഏറ്റവും പര്യാപ്തമായ, അള്ളാഹു പ്രത്യേകമായി പശ്ചാത്താപങ്ങളൊക്കെ സ്വീകരിക്കുന്ന, പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ഒരു 10 നാം ഇപ്പൊ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ചൊല്ലി അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടണം. ധാരാളം പാപങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹമാണ് മനുഷ്യരാകുന്ന സമൂഹം. മനുഷ്യരുടെ പാപങ്ങൾ ധാരാളമാണ്, വല്ലാതെ കൂടിയിട്ടുണ്ട് എന്ന് ആർക്കും പറഞ്ഞറിയിക്കേണ്ട ഒരാവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. 24 മണിക്കൂറും ഉറങ്ങുന്ന സമയമല്ലാത്ത മറ്റു സമയങ്ങളാ സകലം പാപങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരാകുന്ന സമൂഹം നിലകൊള്ളുന്നത്. ഇസ്മായിലുൽ മുഖ്രി പറഞ്ഞ 2 വരികൾ
ആ വരികൾ പരമയാഥാർത്ഥ്യമാണ് എന്ന് പകൽ വെളിച്ചം പോലെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ذنوبك في الطاعات وهي كثيرة إذا عددت تكفيك عن كل زلة. മോനെ, നിന്റെ പാവങ്ങൾ വളരെയധികമായിട്ടുണ്ട്, വല്ലാതെ കൂടിയിട്ടുണ്ട് നിന്റെ പാപങ്ങൾ. എത്രമെന്നോ? നിന്റെ പാപങ്ങൾ കൂട്ടി നോക്കിയാൽ എന്ത് വിപത്തുകളും നിനക്കെത്താൻ നിന്റെ പാപങ്ങൾ തന്നെ മതി. ഏത് വിപത്തും നിനക്കെത്തിപ്പോകും, ഏത് അപകടങ്ങളിലും നീ പെട്ടുപോകും. അതിന് മാത്രം നിന്റെ പാപങ്ങൾ കൂടിയിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുക്രി നമ്മെ ഓർമ്മപ്പെടുത്തി. ഇത് പരമയാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഏവർക്കും ബോധ്യപ്പെടും. അപ്പൊ ചുരുക്കി നാം വിവരിച്ചാൽ, മനുഷ്യരാകുന്ന നാം ഇപ്പത്തെ ഈ വ്യാപകമായ മൊബൈൽ യൂസ് ചെയ്യൽ, അതിൻ്റെ ഉപയോഗം, ഇതൊക്കെ എല്ലാവരെയും പാപങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് എന്ന് നാമൊക്കെ ഓർക്കണം. ഇന്ന് എല്ലാവരും സമയാസമയങ്ങളിൽ മുഴുക്കയും ഈ മൊബൈലുമായാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. മ്യൂസിക്കുള്ള ഗാനം, ഇങ്ങനെ പലതും നമുക്ക് പറ്റാത്ത, നമുക്ക് അനുവദിക്കപ്പെടാത്ത എല്ലാം ആ മൊബൈലുകളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ നിലയിലും പാപങ്ങൾ മനുഷ്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോ മനുഷ്യരെല്ലാം ഉള്ളത്. ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ തീർച്ചയായും നമുക്കെത്തും. പരീക്ഷണങ്ങൾ എത്തും എന്നല്ല, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് ലോക മാസകലം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. COVID-19 എന്ന ഈ രോഗത്തെ ചൊല്ലി, കൊറോണയെ ചൊല്ലി എല്ലാ ആളുകളും ആശങ്കയിലാണ്. എല്ലാവർക്കും പേടിയാണ്. നമുക്കെത്തുമോ ഈ രോഗം? നമ്മുടെ മക്കൾക്കെത്തുമോ? നമ്മുടെ പ്രവാസികളായ മക്കൾക്കെത്തുമോ? പിതാക്കൾക്കെത്തുമോ? സഹോദരങ്ങൾക്കെത്തുമോ? എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഏവരും സമയം തള്ളി നീക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ വലിയ ഒരു പരീക്ഷണം നമുക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ പല പരീക്ഷണങ്ങളും നമ്മിൽ നിന്ന് കഴിഞ്ഞു. നിപ്പ വൈറസ്, പൗരത്വം, ഇത് നമുക്ക് മറക്കാനായിട്ടില്ല. അതൊന്നും, പൗരത്വം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമ്മിൽ നിന്ന് മാഞ്ഞുപോയി, അതൊന്നും ഇനി ഇവിടെ നടപ്പാക്കുകയില്ല എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് ഒരിക്കലും ആയിട്ടില്ല. ആ പൗരത്വത്തിൽ ജനങ്ങൾ മൂർജിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനേക്കാൾ വെല്ലുന്ന ഈ COVID-19 എന്ന ഈ
മാരകമായ രോഗം മനുഷ്യരെ പിടികൂടിയിരിക്കുന്നത്. അപ്പൊ ഇത്തരം പരീക്ഷണങ്ങൾക്ക് നാം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഒക്കെ എപ്പോഴും ആലോചിക്കേണ്ടത്, ഇതൊന്നും നമുക്ക് വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ നമ്മൾ കേൾക്കാത്തതിൻ്റെ പേരിൽ, നമ്മൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ, നമ്മൾ അനാവശ്യ പ്രവണതകളുമായി മുന്നോട്ട് പോയതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുകയാണ്. ഇത്തരം മാരകമായ വിപത്തുകളൊക്കെ തന്നുകൊണ്ട് എന്ന് നാം ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നാം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം, നന്നായി പൊറുക്കലിനെ തേടണം. എൻ്റെ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചും നമ്മുടെ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം. നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കഴിഞ്ഞില്ലേ? ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പാഠമുണ്ട്, ചിന്തയുണ്ട്. ഇതിന്റെ മുമ്പ് മുൻ സമുദായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു. മുൻ സമുദായങ്ങളിൽ നിന്ന് ഒരുപാട് സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അല്ലാഹു പറഞ്ഞത് കേൾക്കാത്തതിന്റെ പേരിൽ, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചതിന്റെ പേരിലാണ് അവരെ അല്ലാഹു തആല നശിപ്പിക്കാനും മാരകമായ രോഗങ്ങൾ അവർക്കൊക്കെ നൽകാനുമുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നാം പൊറുക്കലിനെ തേടണം. അല്ലാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കും. നാം എത്രയോ തെറ്റുകൾ ചെയ്തില്ലേ? ഇനി നമ്മുടെ തെറ്റുകളൊക്കെ എങ്ങനെ അല്ലാഹു പൊറുക്കും? എങ്ങനെ നമ്മുടെ പാപങ്ങൾ പൊറുക്കും? അതിനു മാത്രമല്ലല്ലോ നമ്മൾ ചെയ്തത്. ഒരുപാട് നമ്മിൽ നിന്ന് വന്നുപോയില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട. എന്ത് തെറ്റുകൾ തന്നെ നമ്മൾ ചെയ്താലും, എത്ര തന്നെ ചെയ്താലും, എത്ര നമ്മുടെ പാപങ്ങൾ കൂടിയാലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വശരീരങ്ങളെ പാപങ്ങളിലായി സ്വശരീരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, പാപങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, പാപങ്ങൾ എത്രയോ ആയിട്ടുണ്ട്. എണ്ണി തീർത്താൽ തീരാത്ത, കണക്ക് കൂട്ടിയാൽ അതിനറ്റം കണ്ടെത്താത്ത വിധം പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്. ഇതാണ് ഖുർആൻ പറയുന്നത്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, എത്ര പാപങ്ങൾ തന്നെ നമ്മൾ ചെയ്താലും അതൊക്കെ അല്ലാഹു നമുക്ക് പൊറുത്തു തരും എന്നതാണ്. നിങ്ങൾ പശ്ചാത്താപിക്കണം എന്നറിയിക്കുന്ന ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. നബ്ബിഹ് ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടിയങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, അടിയങ്ങളെ ഉണർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ, എൻ്റെ അടിയങ്ങൾക്ക് അവിടുന്ന് ഉണർത്തണം. അന്നീ, നിശ്ചയം ഞാൻ, ഞാൻ തന്നെ ഗഫൂറുൻ,
തെറ്റുകളെ കൂടുതൽ പൊറുക്കുന്നു. ഉണർത്താൻ വേണ്ടിയും നബി തങ്ങളോട് പറയുന്നു, വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ അത് വേദനാജനകമാണ്. അതുകൊണ്ട് ആ ശിക്ഷ അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം എന്നറിയിക്കുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരിടത്ത് അല്ലാഹു ഓർമ്മപ്പെടുത്തി, തൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ആ സകലം അല്ലാഹുവിലേക്ക് പക്ഷാത്താപിച്ച് മടങ്ങണം. അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ. എന്തിനാണ് പക്ഷാത്താപിക്കുന്നത്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി അല്ലാഹുവിലേക്ക് നിങ്ങൾ പക്ഷാത്താപിച്ച് മടങ്ങണം എന്ന് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. ഹദീസുകളും ധാരാളം നിങ്ങൾ അല്ലാഹുവിനോട് പക്ഷാതാപിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകൾ ധാരാളം. തൗബയുടെ ബാബ്, കിതാബിലുള്ള തൗബയുടെ ബാബ് മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഏത് സമയത്ത് അല്ലാഹുവിനോട് പക്ഷാതാപിക്കുന്നോ ആ സമയത്തൊക്കെ നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാണ്. രാത്രിയിൽ പാപം ചെയ്യുന്ന വ്യക്തിക്ക് ആ വ്യക്തി പകൽ അല്ലാഹുവിനോട് പക്ഷാതാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പകൽ അവന്റെ പക്ഷാതാപം സ്വീകരിക്കാൻ അല്ലാഹു റെഡിയാണ്. പകൽ പാപങ്ങൾ ചെയ്ത് നടക്കുന്ന മനുഷ്യനാണ്, ആ മനുഷ്യന് രാത്രി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അവൻ ചെയ്ത പാപങ്ങളെ ചൊല്ലി രാത്രി അല്ലാഹുവിനോടൊന്ന് മാപ്പിരക്കണം എന്നവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ രാത്രിയിലും അവന്റെ പക്ഷാതാപം സ്വീകരിക്കാൻ, അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാണ്. ഏത് സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് പക്ഷാതാപിച്ചാലും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ, നമ്മുടെ ദുആ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാണ് എന്ന് ഹദീസുകൾ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ പക്ഷാത്താപിക്കണം. ഇപ്പത്തെ ഈ സമയത്ത് നാം ഏവരും അല്ലാഹുവിനോട് പക്ഷാത്താപിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് നമ്മൾ പറയുക. പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയൊക്കെ തീർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിക്കൂ, കേരളമല്ലാത്ത ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഇന്ത്യ എന്ന് വെക്കണ്ട മറ്റു സംസ്ഥാനങ്ങളിലും ജില്ലകളിലും നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് അതുമാത്രമേ ചർച്ചയുള്ളൂ. ആ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന രോഗം വ്യാപകമായിരിക്കുകയല്ലേ? എത്രയെത്ര ആളുകൾ കേരളമല്ലാത്ത ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യ അല്ലാത്ത മറ്റു ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മരിച്ചു വീഴുന്നു. കേരളത്തിൽ അത്രയില്ലല്ലോ. രോഗം ഉള്ളവർ തന്നെ കുറവ്, മരിച്ചവരോ വളരെ കുറവ്. വിരലിലെണ്ണാകുന്ന ആളുകളെ കേരളത്തിൽ മരിച്ചിട്ടുള്ളൂ. അതും ഈ രോഗം കൊണ്ടാണ് എന്ന ഉറപ്പും ഇല്ല. അപ്പോ നമ്മുടെ കേരളം അത്തരം വിഷയത്തിലൊക്കെ മുന്നിലാണ്. ഇപ്പോൾ കേരളം മറ്റു സംസ്ഥാനങ്ങളുടെ ഇടയിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു രാഷ്ട്രങ്ങൾക്ക് ആശ്ചര്യമുണ്ട്, അത്ഭുതമുണ്ട്.
എന്താണ് ഈ കേരളീയർ ചെയ്യുന്നത്? എന്ത് മരുന്നാണ് അവിടെ കൊടുക്കുന്നത്? ഈ രോഗികൾക്ക് രോഗം വരാതിരിക്കാൻ അവർ എന്താണ് ചെയ്യുന്നത്? വന്ന രോഗികൾ തന്നെ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള പല ചോദ്യങ്ങളും കേരളത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് മറ്റൊന്നുമല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കണം. കേരളത്തിൽ വിവരമുള്ള പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. ഈ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയാണ്, അവരുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് അത്തരം വിപത്ത് കേരളത്തിൽ കുറയാനും മരണസംഖ്യ കുറയാനും ഒക്കെ കാരണം. ഇത് നാം ചിന്തിക്കണം. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥനകൾ നമ്മുടെ കേരളത്തിൽ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളും പല ഭാഗത്തും ഉണ്ടാകും. മറ്റിടത്തില്ല എന്നല്ല, കേരളത്തിൽ കൂടുതലും ഉണ്ട്. അതെല്ലാവരും സമ്മതിക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ സാധാരണ ജനങ്ങൾ, വിവരമുള്ള ആളുകൾ ഒരുപാടുണ്ട്. സാധാരണക്കാരാണെങ്കിലും അവർ വിവരമുള്ളവരാണ്. മറ്റു രാഷ്ട്രത്തെ അപേക്ഷിച്ച് നമ്മുടെ സാധാരണക്കാർ, കേരളീയ സാധാരണക്കാർ വിവരമുള്ളവരാണ്. പണ്ഡിതന്മാരും ഒട്ടേറെ കേരളത്തിലുണ്ട്. ഇവരൊക്കെ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്തരം രോഗങ്ങളെ മാറ്റിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രോഗം നമ്മുടെ കേരളത്തിൽ കുറവാ, മരണസംഖ്യ കുറവാ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് ഉപകരിക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ഈ ലെവലിൽ നമ്മൾ മറ്റൊരു ലെവലിൽ നമ്മൾ ചിന്തിച്ചാൽ, പൗരത്വത്തെ ചൊല്ലി കേസ്, പൗരത്വത്തിന്റെ കേസ് കോടതിയിലുള്ള, സുപ്രീം കോടതിയിലോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്, അവിടെയുള്ള കേസ് നമുക്ക് അനുകൂലമാകാൻ എല്ലാവരും പ്രാർത്ഥിച്ചെങ്കിലും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് തിരിയുന്ന രീതിയിൽ അത് അനുകൂലമായി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നൊന്നും ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമുക്ക് അനുകൂലമാക്കാത്തതിലും പല ഖൈറുകളും അല്ലാഹു വെച്ചിട്ടുണ്ടാകും. അപ്പോ ഈ കേസ് നമുക്ക് വിധിയാകാത്തതിന്റെ പേരിൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല, പ്രാർത്ഥനകളെ കൊണ്ട് കാര്യമില്ല, ദുആ കൊണ്ട് കാര്യമില്ല എന്നൊന്നും ആരും തന്നെ ചിന്തിക്കരുത്. ദുആ കൊണ്ട് തീർത്തും കാര്യമുണ്ട്. അതിന് തെളിവാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സംഭവം. അതുകൊണ്ട് എല്ലാവരും എല്ലാ സമയത്തും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ആർക്കും തന്നെ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനും ഉള്ളവർക്ക് ആ രോഗങ്ങൾ വളരെ പെട്ടെന്ന് സുഖമാകാനും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതേപോലെ പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കണം, ഈമാനോടുകൂടെ മരിക്കണം. ഇതുകൊണ്ടേ നമുക്ക് കാര്യമുള്ളൂ, എങ്കിലേ നമുക്ക് വിജയമുള്ളൂ. ഈമാൻ കിട്ടാതെ മരിച്ചാൽ എന്നൊന്ന് നരകത്തിൽ കിടക്കേണ്ട ഒരവസ്ഥയാണ് എന്നൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് ഈമാനോടുകൂടെ മരിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം നബിയാണല്ലോ, അള്ളാഹുവിന്റെ നബിയാണ്. ആ നബി പോലും പ്രാർത്ഥിച്ചത്, റബ്ബി ഖദ് അത്തൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹിൻ. പടച്ചവനെ, മിസ്രിലെ രാജാധികാരൻ നീ എനിക്ക് തന്നു. ഒരാൾ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ അറിവ് നീ എനിക്ക് തന്നു. അതുകൊണ്ടൊന്നും എനിക്കായില്ല റബ്ബേ. ആകാശഭൂമികളെ പടച്ച റബ്ബേ, നീ അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ കാര്യകർത്താവ്. അതുകൊണ്ട് എന്നെ മുസ്ലിമായി മരിപ്പിക്കണം
എന്നാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പോലും പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് നമ്മൾ മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഈ COVID-19 എന്ന ഈ രോഗം കൊണ്ട് നമ്മുടെ മതപഠനത്തിന് ഒരിക്കലും ക്ഷീണം വരരുത്. അതൊക്കെ നമുക്ക് തുറന്നു കിട്ടേണ്ട സമയത്ത് തന്നെ തുറക്കണം. നമുക്ക് പഠിക്കാൻ പറ്റണം, പഠിപ്പിക്കാനും പറ്റണം. ഇൽമു കൊണ്ട് നമുക്ക് ജോലിയാകണം. അത് വലിയ ഒരു ഇബാദത്താണ്. പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയ ഒരു അമലാണ് അത്. അതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഇതിനൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് ഉപദേശിച്ച് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി